അപ്പൊ ഇന്നത്തെ സിനിമയ്ക്കുള്ള പോക്ക് തേജുവിന്റെ നിർബന്ധത്തിലാട്ടാ. പെട്ടെന്ന് നടന്ന് പറഞ്ഞത് നമുക്ക് സിനിമയ്ക്ക് പോയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ തപ്പിപ്പിടിച്ച് കുഴപ്പമില്ലാത്തൊരു പടത്തിന്റെ റിവ്യൂ നോക്കിയിട്ടാണ് കേട്ടോ പോണത്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, ഞാൻ അന്ന് ശോഭിതേച്ചി തന്നേലത്തെ ഒരു 4 ജോഡി കാണിച്ചില്ലേ, അതിലത്തെ ഒരു ടോപ്പാണ് ഇട്ടത്. പറ തേജു. സാമിപ്പടാണ് കാണാൻ പോണെന്നൊക്കെ പറയണേ. അങ്ങനെ വാതിലൊക്കെ പൂട്ടി ഞങ്ങൾ ഇറങ്ങിയിട്ട്. അപ്പൊ നമ്മള് നല്ല വൈകിട്ട് രാത്രിത്തെ ഷോ ആയിരുന്നു കേട്ടോ, അതായത് 9 മണിക്ക് അങ്ങാണ്ട് തോന്നുന്നു ഷോ. അപ്പൊ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ജിത്തുട്ടേട്ടനും പിന്നെ മനോജേട്ടനും അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളായിരുന്നു കേട്ടോ ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഒരു 8:30 ആകുമ്പോഴേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി കുറെ നേരം പോസ്റ്റ് അടിച്ചു കേട്ടാ. ഒന്നാമതിങ്ങനെ തിരക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവില്ലല്ലോ, എല്ലാവരും തിയേറ്ററിന്റെ ഉള്ളാവൂലോ, പിന്നെ എല്ലാവരും വരേണ്ട നേരമായിട്ടില്ല. അപ്പൊ തേജു ഇതേ കട്ടൊക്കെ എണ്ണീട്ടാട്ടോ നടക്കണത്. അങ്ങനെ നമ്മൾ വേഗം ഉള്ളിൽ കയറി അവിടെ ഇരുന്നുട്ടോ. അങ്ങനെ തേജുവിന് നല്ല രസമായിരുന്നു കേട്ടോ, കാരണം അവനത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാൻ തിക്കും തിരക്കും ഇല്ലാത്ത കാരണം അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മനോജേട്ടനും നമ്മുടെ ജിത്തുട്ടേട്ടനും വന്നോട്ടാ. അപ്പൊ ജിത്തുട്ടേട്ടന്റെ കൂടെ പാറുവിന്റെ മാമന്റെ കുട്ടിയും കൂടി ഉണ്ടായിരുന്നേ. അപ്പൊ നല്ല കമ്പനിയാണ് നമ്മളായിട്ട്. ഓൾറെഡി നമ്മുടെ മുന്നത്തെ വീഡിയോസിലൊക്കെ വരാറുണ്ട് കേട്ടോ, ആള് നല്ല ആക്റ്റീവാണ്. അങ്ങനെ ദേ ഞങ്ങൾ പടം തുടങ്ങാറായപ്പോ എല്ലാരും കൂടിയിട്ട് ഇതേ അകത്ത് കയറി. തേജും പിന്നെ ഇവനായിട്ട് നല്ല കമ്പനി ആയിട്ടോണ്ട് പിന്നെ രണ്ടാളും കമ്പനി അടിച്ചിട്ട് ഇതേ നടുക്കിരിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഇരുന്ന്. പിന്നെ അതേ പടം തുടങ്ങി. അപ്പൊ നമ്മള് കണ്ട പടം അഖണ്ഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടാട്ടോ, അഖണ്ഡ 2 ആയിരുന്നേ. പടം പിന്നെ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഇങ്ങനെ ഇരുന്ന് കാണാം, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിലൊരു സോങ് ഭയങ്കര വൈബായിരുന്നു കേട്ടാ. എടും വാലും ഡാൻസ് കണ്ടപ്പോ തേജു ഇവിടെ എന്താ നടക്കണെന്ന് വെച്ചിട്ടായിട്ട് ഇരുന്നിടുന്നത്. പിന്നെ അവസാനമായപ്പോ രണ്ടുപേരും കൈ കൂപ്പി നല്ല പ്രാർത്ഥന നടന്നു കേട്ടാ. ഞാനും വിൻഷേട്ടനും അപ്രൂവ് ഇരുന്ന് ഭയങ്കര ചിരിയായിരുന്നു. ഞങ്ങൾ നോക്കുമ്പോ രണ്ടെണ്ണം ഇരുന്നിട്ട് ഇതേ കൈ കൂപ്പി പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. പിന്നെ എല്ലാവരോടും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാട്ടാ പോയത്. എല്ലാവരും അതേ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, നമുക്കിനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അടുത്ത വീഡിയോ കാണാട്ടോ, അടുത്ത വീഡിയോ ഉണ്ട് കേട്ടോ. എന്ത് വീഡിയോയാ? ടാറ്റാ.